കെപിസിസിയുടെ വയനാട് പുനരധിവാസ ഫണ്ടിൽ വൻ തട്ടിപ്പ് 8 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. വീഴ്ച വരുത്തിയ മണ്ഡലം കമ്മിറ്റികളെയും പ്രസിഡന്റുമാരെയും സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞുള്ള ഡിസിസി പ്രസിഡന്റിന്റെ ചുമതലയുള്ള വി.കെ. ശ്രീകണ്ഠൻ എംപിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ശരത് ഓങ്ങല്ലൂർ നൽകും സമഗ്ര വിവരങ്ങൾ. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുടെ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെ കൂട്ട നടപടി എടുത്തിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന എല്ലാ മലയാളികളും, ലോകത്തുള്ള എല്ലാ മലയാളികളും ഒന്നിച്ച് വയനാടിൻ്റെ പുനരധിവാസത്തിനായി കൈകോർത്തപ്പോൾ വയനാട് പുനരധിവാസം പ്രഖ്യാപിച്ച കെപിസിസിക്ക് വേണ്ടി പ്രഖ്യാപിച്ച അതിൽ ഫണ്ട് നൽകാത്തതിൻ്റെ പേരിലാണ് 8 മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ വി.കെ. ശ്രീകണ്ഠൻ എം പി നടപടിയെടുത്തിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി.കെ. ശ്രീകണ്ഠൻ എം പി മണ്ഡലം പ്രസിഡന്റുമാരുടെയും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളുമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഒരു ഓഡിയോ സന്ദേശം പുറത്തായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത താഴെ പറയുന്ന മണ്ഡലം കമ്മിറ്റികളെ സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. 1 തിരുവില്ലാമല, 2 കുഴൂർ മണ്ഡലം, 3 പൊയ്യ മണ്ഡലം, 4 വരവൂർ മണ്ഡലം, 5 താന്യം മണ്ഡലം, 6 അതിരപ്പള്ളി മണ്ഡലം, 7 ചൊവ്വന്നൂർ മണ്ഡലം, 8 ദേശമംഗലം മണ്ഡലം. ഇത്രയും മണ്ഡലം കമ്മിറ്റികൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വയനാട് ഫണ്ട് അടയ്ക്കുന്ന കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. ഈ മണ്ഡലം പ്രസിഡന്റുമാരെ തലസ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് കരുണാകരൻ്റെ പേരിൽ നിർമ്മിക്കുന്ന കരുണാകര സ്മൃതി മന്ദിരത്തിൻ്റെ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടപടി വന്നിരിക്കുന്നത്. ജില്ലയിലെ 10 മണ്ഡലം പ്രസിഡന്റുമാരെയും മണ്ഡലം കമ്മിറ്റികളെയുമാണ് ഇത്തരത്തിൽ ഈ പിരിവിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ നടപടിയെടുത്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇത്രയധികം മണ്ഡലം കമ്മിറ്റികളെ ഒറ്റയടിക്ക് ഒരു DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ലീഡറുടെ അനുസ്മരണ കെട്ടിടം, സ്മാരക കെട്ടിടത്തിനായി തിരുവനന്തപുരത്ത് പണിയുന്ന ഓഫീസിൻ്റെ ഫണ്ട്, വളരെ ചുരുങ്ങിയ ഫണ്ടാണിത് രണ്ടും. ഇതിലും വളരെ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുള്ള മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്യുകയാണ്. 1 പാഞ്ഞാൾ മണ്ഡലം, 2 വടക്കാഞ്ചേരി മണ്ഡലം, 3 തെക്കുംകര മണ്ഡലം, 4 കോലഴി മണ്ഡലം, 5 അടാട്ട് മണ്ഡലം, 6 ചൊവ്വന്നൂർ മണ്ഡലം, 7 ആർത്താറ്റ് മണ്ഡലം, 8 പുന്നയൂർ മണ്ഡലം, 9 കോടഞ്ചേരി മണ്ഡലം, 10 മറ്റത്തൂർ മണ്ഡലം. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്, ഇത്തരത്തിൽ മണ്ഡലം കമ്മിറ്റികൾക്ക് കോട്ട തിരിച്ച് ഇത്ര രൂപ പിരിച്ചു നൽകണമെന്ന ചുമതല DCC നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ ഈ 18 മണ്ഡലം കമ്മിറ്റികളിലും പിരിവ് നടന്നെങ്കിലും ഇതിൻ്റെ കാശ് DCC നേതൃത്വത്തിലേക്കോ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിലേക്കോ എത്തിയിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാവരും വയനാടിൻ്റെ പുനരധിവാസത്തിനായി കൈകോർത്തപ്പോഴാണ് കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വലിയൊരു അഴിമതി അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കാവ്യ. ശരി, ശരത് ഓങ്ങല്ലൂരാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.